ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ 18 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക. റിയൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്തെങ്കിലും പൈസ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, റിയൽ മണിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ റിയൽ എമൗണ്ട് ഇടുക. ഓക്കെ, റിയൽ അക്കൗണ്ടിൽ എമൗണ്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ കോട്ടക്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെമോ അക്കൗണ്ട് ഉണ്ടാവും. അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ബ്രീഫിംഗ് ആണ്, അല്ലെങ്കിൽ എന്താണ് ബൈനറി ട്രേഡിംഗ്, എന്താണ് മായവി ട്രേഡിംഗ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് മാത്രമാണ്. ഓക്കെ, ഇതിൽ താല്പര്യമുള്ളവർക്ക് മാത്രം കാണാം. ഇത് എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് ഇത് ഓൾറെഡി കേട്ട് മടുത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പല ഗ്രൂപ്പുകളിൽ നിന്ന് കേട്ടുമെടുത്തായിരിക്കാം. എന്നിരുന്നാലും പുതിയൊരാൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ്. ഇത് ഫ്രീ ചാനലാണ്. മായാവി ട്രേഡിംഗ് എന്ന് മാത്രം ഒറ്റ ഒരു ഇതിൽ വേറെ അണ്ടർസ്കോറോ നമ്പറോ ഒന്നുമില്ല. കാരണം ഒരുപാട് ഫേക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇത് എന്നോടുമായിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. അപ്പോൾ ഇത് രണ്ടുമായിരിക്കും ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ VIP ഗ്രൂപ്പിൻ്റെ റിസൾട്ട് പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കണ്ടോ ഇതേപോലെ എക്സ്ചേഞ്ച് ക്ലോസ് ഉള്ള സമയങ്ങളിലൊക്കെ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഞാൻ മെമ്പേഴ്സിന് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബൈനറി ട്രേഡിംഗ് ആണ്. ബൈനറി ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം ഞാനൊരു നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രാറ്റജികൾ, അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് എടുക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്കതൊന്ന് നോക്കാം. അങ്ങനെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബൈനറി ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഓക്കെ എനിക്കൊരു ഫാമിലി മെമ്പർ ആവണം മായാവി ട്രേഡിങ്ങിൻ്റെ എന്ന്, ഒരു VIP മെമ്പർ ആവണം എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സൊമാനാസാല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടോ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനുള്ള ഒരു ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കൺട്രി ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുക. USD കറൻസി നമുക്ക് USDയോ INR നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റാവുന്നുള്ളൂ. നിങ്ങളുടെ ഇമെയിൽ ID യും പാസ്വേഡും ഈ ഒരു 2 ക്ലിക്കും ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തും ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ്. ആ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് എന്തും ഒരു അക്കൗണ്ട് നമ്പർ തരും. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ വരും. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് കണ്ടോ, ഇവിടെ ഇതുണ്ടോ, ഈ ID നമ്പർ കണ്ടോ, ഈ ID നമ്പർ കോപ്പി ചെയ്തിട്ട് എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം ഓക്കെ ഇത് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ഫാമിലി അണ്ടറിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത് എന്ന് ഞാൻ ഉറപ്പ് തരും. കാരണം പലർക്കും നമ്മുടെ അണ്ടറിൽ വരാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓൾറെഡി കോട്ടക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ. എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, ഇവിടെ പോവുക, എന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കുന്നില്ല, അത് പ്രൈവസി റീസൺ ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം, ഓപ്ഷൻ കാണാം. അതിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും, ഡീആക്ടിവേഷൻ ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡിലീറ്റ് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം പുതിയൊരു Gmail, ശ്രദ്ധിക്കണം, പുതിയൊരു Gmail. ഓക്കെ, ഇതുവരെ കോട്ടക്സിന് ഉപയോഗിക്കാത്ത ഒരു പുതിയൊരു Gmail ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുണ്ടോ ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരത്തെ കാണിച്ചതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ യു ക്യാൻ ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും അതുപോലെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ആ ഇതിൽ മറ്റേ അക്കൗണ്ട്സിൽ കോട്ടക്സിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് അപ്ലോഡൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് UPI ആയിട്ടും അതുപോലെ ഡെപ്പോസിറ്റിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് UPI ആയിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ USD ടെതറായിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ ബൈനാൻസ് ആയിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ BEP20 ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. കഴിയുന്നതും നിങ്ങൾ UPI ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം UPI ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ക്യാഷ് പോയി പോകും എന്നല്ല പറയുന്നത്, ഡിലേ വരാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു UPI ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ഫോറിൻ കൺട്രിയല്ലേ, കോട്ടക്സ് എന്ന് പറയുന്നൊരു ഫോറിൻ കൺട്രിയാണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു UPI വഴി, അത് നേരെ പോകുന്ന ഒരു തേർഡ് പേഴ്സണാണ്. ആ തേർഡ് പേഴ്സൺ എന്ത് ചെയ്യും, പിന്നെ അയാളാണ്, ആ ഒരു ഓർഗനൈസേഷനാണ് കോട്ടക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ USD ടെതറോ അല്ലെങ്കിൽ ബൈനാൻസ് പേയോ അതുപോലുള്ള ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മീഡിയേറ്റർ ഇല്ല, ഒരു മിഡിൽ മാൻ ഇല്ല. ഇവർ ഈ ഒരു അഡ്രസ്സ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് നടത്തുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? ഡെപ്പോസിറ്റ് എങ്ങോട്ട്, കോട്ടക്സിൻ്റെ ഇതിലേക്ക് നടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഡെപ്പോസിറ്റും വിഡ്രോയും പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് വരും, ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ഇതുണ്ട്, ഗിയറിൻ്റെ ഇവിടെ ഗിയറിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓട്ടോ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാം, അത് ഒരു അൺടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ നിങ്ങൾ ഇന്ത്യൻ ടൈം വെക്കണം. അതെത്രയാണ്, UTC + 5:30. അതാണ് നമ്മുടെ ഇന്ത്യൻ ടൈം. ഈ ടൈം നിങ്ങൾ വെക്കണം. ഏത് രാജ്യത്തായിക്കോട്ടെ നിങ്ങൾ ഈ ടൈമിലാണ്. കാരണം ഞാൻ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യൻ ടൈമിലാണ് ഞാൻ സിഗ്നൽസ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ അഡ്വാൻസ് സിഗ്നൽസ് തരുമ്പോൾ അത് ഇന്ത്യൻ സമയമായിരിക്കുമല്ലോ. അതും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ എളുപ്പത്തിലായിരിക്കും ഇന്ത്യൻ സമയം ചെയ്യാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങൾ വരേണ്ടത് ഇവിടെയാണ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഇതുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ 10 സെക്കൻഡിലായിരിക്കും ഇത് ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവുക. അത് നിങ്ങൾ മാറ്റിയിട്ട് ഇവിടെ 1 മിനിറ്റ് ആക്കുക. കണ്ടോ, ഇവിടെ നിങ്ങൾ 1 മിനിറ്റ് ആക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ സ്വിച്ച് ടൈം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ടൈമറാണ്. ശ്രദ്ധിച്ചോ, ഇതിന് പറയുന്ന പേരാണ് ടൈമർ. ഓക്കെ, ഇനി മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ടൈമറാണ്. സ്വിച്ച് തന്നെ ഇത് ഡിഫാൾട്ട് ടൈമാണ്. അപ്പോൾ ഡിഫാൾട്ട് ടൈം 6:52. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 6:50-നാണ്, 6:50-നാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6:51 നെക്സ്റ്റ് ട്രേഡിൻ്റെ സമയം. ഓക്കെ, ഈ ഡിഫാൾട്ട് ടൈമിലായിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഈ ടൈമറിൽ കണ്ടോ 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 5 മിനിറ്റ് ഇതിൽ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പോകരുത്. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ എത്ര രൂപയ്ക്കാണോ നമ്മൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഡൗൺ. എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ട്രേഡ് എടുക്കുക, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി. ഇത് നമ്മുടെ ഹിസ്റ്ററി, നമ്മൾ ട്രേഡ് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ ലൈവ് അക്കൗണ്ട്, ഇത് ഡെമോ അക്കൗണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഡെമോ അക്കൗണ്ട് ഉണ്ടാവും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇത് നമുക്ക് കമ്പനി തന്നെ ഒരു $10,000 നമുക്ക് തരും, കോട്ടക്സ് നമുക്ക് തരും $10,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമ്മി എമൗണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് പ്രാക്ടീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും ഇതൊക്കെ ഈ ഡെമോ അക്കൗണ്ടിലായിരിക്കും. ഞാൻ എൻ്റെ സ്ട്രാറ്റജികൾ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഡെമോ അക്കൗണ്ടിലാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇത് ലൈവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ എമൗണ്ട്, നമ്മുടെ കയ്യിലുള്ള റിയൽ എമൗണ്ട്, അതാണ് ഇവിടെ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോവൽ നമ്മൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ബൈനാൻസ് പേ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വിഡ്രോവൽ ചെയ്യേണ്ടതും ബൈനാൻസ് പേ ഉപയോഗിച്ചിട്ടാണ്. അത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ UPI ഉപയോഗിച്ചിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതും UPI ഉപയോഗിച്ചിട്ട്, എന്ന് വെച്ചാൽ നെറ്റ് ബാങ്കിങ്ങിലായിരിക്കണം നിങ്ങൾ വിഡ്രോ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയുള്ളൂ. ഒന്ന്, നിങ്ങളുടെ ടൈം. 2, നിങ്ങൾ ലൈവ് അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ഡെമോ അക്കൗണ്ടാണോ നിങ്ങൾ നോക്കുക. പിന്നെ ഇവിടെ ടൈമർ ഉപയോഗിക്കാതെ ഡിഫാൾട്ട് ടൈം ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ടൈം ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ പല ഇൻഡിക്കേറ്റേഴ്സിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ സൂപ്പർ ട്രെൻഡ് വേണമെങ്കിൽ സൂപ്പർ ട്രെൻഡ് ഇടാം.
അതുപോലെ തന്നെ ഏത് ഇൻഡിക്കേറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ ഇൻഡിക്കേറ്റർ മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാനും ഓക്കെ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ കണ്ടോ, ഇത് കണ്ടോ, ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് വരയ്ക്കാനും ഇതാക്കാനൊക്കെയാണ്. ഈ ഒരു പെൻസിലിൻ്റെ ഈ ആരോ മാർക്ക് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ ഇനി മായാവി ട്രേഡിങ്ങിൻ്റെ ഫാമിലിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ VIP ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ്. അപ്പോൾ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്നതിന് എന്താ വെച്ചാൽ നിങ്ങൾ നമ്മുടെ അണ്ടറിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ്, ഞാൻ ലിങ്ക് അയച്ചു തരും. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ട്രേഡുകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യും. ഇതേപോലെ ഇത് കണ്ട് USD BRL OTC. ഓക്കെ ശ്രദ്ധിക്കുക, USD BRL OTC. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്ലസ് ബട്ടൺ ഇവിടെ ശ്രദ്ധിച്ചോളാം, ഈ പ്ലസ് ബട്ടൺ ഞെക്കുക. എന്നിട്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യാം, ഇതിവിടെ ഇല്ലയെന്ന് വെക്കുക. ഓക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാം USD BRL ജസ്റ്റ് BRL എന്ന് USD എന്ന് അടിക്കേണ്ട, BRL USD എന്നുള്ള കോമൺ പേരാണ്, അതുകൊണ്ട് നിങ്ങൾ അത് അടിക്കേണ്ട, BRL എന്ന് മാത്രം അടിച്ചാൽ മതി. അപ്പോൾ അത് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടോ USD BRL ആ ചാർട്ടിൽ വന്നു. ആ ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്താണ്, ചാർട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് 1 മിനിറ്റ് ട്രേഡാണ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ തരുന്നതാണ് വെയിറ്റ് ഫോർ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ ട്രേഡ് തരുന്നതെന്നുള്ളത് നിങ്ങൾ വെയിറ്റ് ചെയ്തുക. ടേക്ക് ട്രേഡ് നെക്സ്റ്റ് ക്യാൻഡിൽ. ഞാൻ ഈ ഒരു ഇതിട്ട് കഴിഞ്ഞാലും നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് അടുത്ത ക്യാൻഡിലായിരിക്കും നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത്. ഓക്കെ അപ്പോൾ ഞാൻ ഒരു ക്യാൻഡിലിന് മുമ്പ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഇതൊക്കെ ഓരോ ക്യാൻഡിലാണ് കണ്ടോ, ഇതൊക്കെ ഓരോ ക്യാൻഡിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അപ്പിലേക്കാണ് ഞാൻ തന്നത് വെച്ചാൽ ഞാൻ ഈ ക്യാൻഡിലായിരിക്കും ഞാൻ നിങ്ങളോട് പറയുക. ഈ ക്യാൻഡിൽ തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇതേപോലെ അപ്പിലേക്കോ ഡൗണിലേക്കോ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ സ്റ്റിക്കർ ഇടും. അപ്പോൾ ഈ സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ടിൽ എന്ന് പറഞ്ഞ സ്റ്റിക്കർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും, എത്ര രൂപയ്ക്കാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ടൊക്കെ അടിച്ചു വെച്ച് നിങ്ങൾ ഡൗണിലേക്ക് ഇടും. ഇനി ഞാൻ അപ്പിലേക്കാണ് തരുന്നതെങ്കിലോ, കോൾ എന്ന് പറഞ്ഞാൽ അപ്പിലേക്കാണ്. കോളിലേക്ക് നിങ്ങൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കും. അപ്പോൾ അതേതാണ് USD BRL തന്നെയാണ്. ഇത് ഒരു കറൻസിയിൽ മാത്രമല്ല പല കറൻസിയിലും നമ്മൾ ട്രേഡ് ചെയ്യും. ഓക്കെ ഒരു മിനിറ്റ്, വേറെ ഏതാണ് അത് കോമൺ അതുണ്ടോ കണ്ടോ USD BDT മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ BDT എന്ന് മാത്രം നിങ്ങൾ ഇവിടെ അടിച്ചാൽ മതി. കണ്ടോ ഇവിടെ അടിച്ചിട്ട് BDT കണ്ടോ വന്നാണ്ടോ, ഇതാണ് ക്ലിക്ക് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ഈ മേലെ കാണണം, നിങ്ങൾക്ക് ഇതേപോലുള്ള അല്ലെങ്കിൽ മൊബൈലിൽ പിന്നഡ് കറൻസി ആയിട്ട് നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പത്തിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കറൻസിൻ്റെ നേരെയുള്ള ആ സ്റ്റാർ കണ്ടോ, ആ സ്റ്റാർ അങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, എപ്പോൾ കറൻസി എടുത്താലും ആ സ്റ്റാർ ചെയ്തത് നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് എടുക്കാൻ പറ്റും. വെറുതെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ നോക്കണ്ട, പെട്ടെന്ന് ഇതിൽ നോക്കിയിട്ട് എടുക്കാം. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കും. സിസ്റ്റത്തിലാണെങ്കിൽ, മൊബൈലിലാണെങ്കിൽ ഇങ്ങനെ സ്റ്റാറായിട്ട് കിടക്കും. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ടും എടുക്കാം. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. VIP ഗ്രൂപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് സമയങ്ങൾ എത്രയാണ്, 11 AM, 2 PM, 9 PM. ചില സമയങ്ങളിൽ മാത്രം സമയത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ മെൻഷൻ ചെയ്യും. എപ്പോഴാണ് 7:17 ഞാൻ പറഞ്ഞു, 8 മണിക്ക് ഗെറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ അത് ഞാൻ ചില സമയങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ പറയും. ഓക്കെ അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്, ഞാൻ ഇതേപോലെ സെക്ഷൻ സ്റ്റാർട്ട് എന്ന് പറയും, വെയിറ്റ് ഫോർ സിഗ്നൽ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗ്നൽസിൻ്റെ ഇതിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അപ്പിലേക്കാണോ ഡൗണിലേക്കാണോ എന്നുള്ളത് ഞാനിടും. ഇനി നിങ്ങൾ ഞാനിപ്പോൾ പുട്ടിലേക്ക് ഇട്ടെന്ന് വെക്കുക, പുട്ടെന്ന് പറഞ്ഞാൽ ഡൗണിലേക്ക് ഇട്ടു. ഡൗണിലേക്ക് ഞാൻ ട്രേഡ് എടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ട്രേഡ് എടുത്തു, പക്ഷേ ക്യാൻഡിൽ അപ്പിലേക്ക് പോയി എന്ന് വെക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്യാൻഡിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം, പുട്ടിലേക്ക് ഡൗണിലേക്ക് തന്നെ നിങ്ങൾ ട്രേഡ് എടുക്കണം.
അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അതിന് MTG എന്നാണ് പറയുക, 1 സ്റ്റെപ്പ് MTG എന്ന് പറയും. നമ്മൾ 1 സ്റ്റെപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, 1 സ്റ്റെപ്പ് MTG എന്ന് പറയും. അപ്പോൾ MTG എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള ചെറിയ വീഡിയോസൊക്കെ പിന്നീട് മെസ്സേജ്, ഇവിടെ പിന്നീട് മെസ്സേജ് കണ്ടോ, ഈ പിന്നീട് മെസ്സേജുകൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾ മുഴുവനും കാണണം കേട്ടോ. ഇങ്ങനെ പിന്നീട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഇതിൽ പിന്നീടായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇതുണ്ടോ, ഹൗ ടു ടേക്ക് കേട്ടോ, ഇത് MTGൻ്റെയാണ്, ഹൗ ടു ടേക്ക് ട്രേഡ്. ഓക്കെ, ഇത് ഹൗ ടു ടേക്ക് ട്രേഡാണ്. ഇനി MTGൻ്റെ നിങ്ങൾക്ക് കാണാം. അതേപോലെ ടൈമർ ഉപയോഗിക്കരുത്. ഇത് പിന്നീട് മെസ്സേജുകൾ, അതേപോലെ ട്രേഡ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഹൗ ടു ടേക്ക് MTG കണ്ടോ, ഈ വീഡിയോസൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ VIP ഗ്രൂപ്പിൽ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണണം. ഓക്കെ, പിന്നെ നമ്മുടെ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% ആണ്. ഞാൻ ഒരിക്കലും 100% പറയാൻ പറ്റില്ല, 95% ആണ്. ലോസ് ഉണ്ടാവുന്നതിന് നമ്മളെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, മാർട്ടിംഗിൽ ഉപയോഗിച്ചിട്ട്, MTG ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ലോസിനെയൊക്കെ നമ്മൾ റിക്കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, റിസൾട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അനാവശ്യമായിട്ട് ഞാൻ പറയാത്ത റൂൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാത്ത വിധത്തിൽ ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 2500 റുപ്യ ഡെപ്പോസിറ്റ് ചെയ്താൽ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തവൻ ഫസ്റ്റ് ട്രേഡിൽ പോയിട്ട് 1000-1500 റുപ്യക്ക് ഇട്ട് ട്രേഡ് എടുത്ത്, അല്ലെങ്കിൽ ഒരു ട്രേഡ് എടുക്കേണ്ടതിന് പകരം ഡൗണിലേക്ക് പറഞ്ഞു ഒരു 15 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണിച്ചു തരാം, ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റോങ് ആണെങ്കിൽ നിങ്ങളുടെ പൈസ പോയി, പക്ഷേ എൻ്റെ പൈസ പോകില്ല. കാരണം വെച്ചാൽ എനിക്ക് ക്യാപിറ്റൽ കൂടുതലുള്ളതുകൊണ്ട് എനിക്കതിനെ മാനേജ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ 2500 റുപ്യ ഉള്ള ഒരു വ്യക്തി കൊണ്ടുപോയിട്ട് ഫസ്റ്റത്തെ ട്രേഡ് തന്നെ 1000 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ലോസ് ആവുകയാണെങ്കിൽ അതിനെ MTG എടുക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ ഇത് പൈസ ഉണ്ടാവില്ല. പിന്നെ എന്തായി, അക്കൗണ്ട് വാഷ് ഔട്ടായി. അല്ലെങ്കിൽ എന്തായി, പിന്നെ പേടിച്ചിട്ട് 70 രൂപയ്ക്ക് ട്രേഡ് എടുക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് വാഷ് ഔട്ടും ലോസുമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളത് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം നമ്മുടെ VIP ഗ്രൂപ്പിൽ വന്നാൽ മതി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രോഫിറ്റ് നമുക്ക് മുന്നോട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പറയാത്തത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. റൂൾസ് വിട്ടിട്ട് ഒരു കാര്യവും, നമ്മൾ ട്രേഡിംഗ് ആണ്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ, അത് നമ്മൾ വെറുതെ കളയാൻ നിൽക്കരുത്. ട്രേഡിങ്ങിൻ്റെ പൈസയാണ്, നമ്മുടെ പൈസയാണ്, അതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊരു പബ്ലിക്കായിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പ്രൈവസി ആയിട്ട് ഇതിപ്പോൾ ഈ VIP ഗ്രൂപ്പിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഇതൊന്നൊരിക്കലും ഒരാളും അധികം പബ്ലിക് ആക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. പക്ഷേ ഞാൻ എന്തുകൊണ്ട് പബ്ലിക് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊരു വ്യക്തി, ഒരു മൂന്നാമതൊരു വ്യക്തി ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം അറിഞ്ഞാൽ പോരാ എന്താ അവിടെ നടക്കണമെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നേരത്തെ അറിയണം, എന്നിട്ട് താല്പര്യമുള്ളവർ മാത്രം വന്ന് ചേർന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, വേഗം ജോയിൻ ചെയ്തോളൂ, ഓക്കെ ഒന്നുമില്ല, പ്രശ്നമില്ല, ജോയിൻ ചെയ്തോളൂ. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അതാണ് ഇതാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്കറിയാം. നിങ്ങളതിലൂടെയൊക്കെ പോയിട്ട് അവസാനമായാണ് ചിലവർ എത്തുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ മിക്ക വീഡിയോകളും കാണാം, VIP ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. അതിന് ശേഷം എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഈ VIP ഗ്രൂപ്പിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ചെറിയ ഒരു ഇതാണ് നമ്മൾ എക്സൽ ഫയലിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതാണ് മായാവി ട്രേഡിങ്ങിൻ്റെ TTM എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണിത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളുടെ അടുത്ത് എത്ര രൂപയാണോ ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരു 7526 റുപ്പീസാണ് നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടെന്ന് വെക്കുക. നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2% നിങ്ങൾ പ്ലാൻ ചെയ്തെന്ന് വെക്കുക. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പൈസ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഡോളറിലോ രൂപയിലോ, ഓക്കെ, 7526 ഡോളറാവാം, 7526 രൂപയുമാകാം, എന്തായിക്കോട്ടെ, നമുക്ക് ഡോളറും രൂപയിലും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് 151 രൂപയാണ്, ഞാൻ രൂപയിൽ പറയാം, രൂപയാണ് നിങ്ങൾക്ക് ഒരു ദിവസം 2%, ഈ ഒരു എമൗണ്ടിൻ്റെ 2% വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത് 105 രൂപയ്ക്കായിരിക്കണം. ഇത് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ വേറെ ഒരു ഇതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു
2,50,000 ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ എടുക്കേണ്ടത് 3,500 രൂപയ്ക്കാണ് നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ 2.5 ലക്ഷം രൂപയുണ്ട്, ഞാനൊരു 15,000 രൂപയ്ക്ക് അങ്ങനെ ട്രേഡ് എടുക്കാം എന്ന് നിങ്ങൾ ചെയ്യരുത്, എന്ന് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിഗ്നൽ ലോസ് ആയി കഴിഞ്ഞാൽ അതിനൊന്ന് മാർട്ടിങ്കിലെടുത്ത് അതിനൊന്ന് റിക്കവർ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാതെ മാറും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റൂൾസ് ഫോളോ ചെയ്തേ മതിയാകും. മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സംഗതികളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നീട് മെസ്സേജിലുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. VIP ഗ്രൂപ്പിൽ പിന്നീട് മെസ്സേജിലുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ എന്താ പറയുക, ക്യാപിറ്റൽ എന്തും ആയിക്കോട്ടെ, ആ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് പോകില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ്? 1,550 രൂപ 1,050 രൂപയാണ് നിങ്ങൾ ഫസ്റ്റ് ട്രേഡിന് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട്. ഇത് നിങ്ങളുടെ 1,500 രൂപ നിങ്ങളുടെ പെർ ഡേ ടാർഗറ്റാണ്, ഡെയിലി ടാർഗറ്റാണ്. എന്ന് വെച്ചാൽ 2% ആകുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റാണ്, 3% ആകുമ്പോൾ ഇതാണ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതും അങ്ങ് പോട്ടെ. ഓക്കെ, ഇനി അടുത്തത് മായാവി ട്രേഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജേണിയാന്ന് നോക്കാം, ഒരു 100 days ജേണി. ഓക്കെ, അപ്പോൾ ഞാൻ $600 ഞാൻ ഇതൊരു പുതിയ അക്കൗണ്ടാണ്, ഈ കോട്ടക്സിൻ്റെ അക്കൗണ്ട്. ഇതൊരു പുതിയ അക്കൗണ്ടാണ്. എനിക്ക് 3 അക്കൗണ്ടുകളുണ്ട്. അതിലൊരു അക്കൗണ്ട് ഞാൻ മെയിൻ നല്ല പൈസ ഇട്ടിട്ട് നല്ല ക്യാപിറ്റൽ അത്യാവശ്യമുണ്ട്, അതിലിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും അത്യാവശ്യം ഉണ്ട്, അതും ട്രേഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VIP ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ട്രേഡ് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ ഈ ഒരു ജേണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ഞാൻ ഇന്ന് രാവിലെ ഞാനൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സമയങ്ങളിൽ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ള. അപ്പോൾ അത് ഫുള്ള് വിഡ്രോ ചെയ്യും, അതിനുശേഷം പിന്നെയും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ, ഓരോരോ ടാർഗറ്റും ഇപ്പോൾ $25 ഇട്ടിട്ട് എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയുള്ള ഓരോരോ ഇതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് $600 ഇട്ടിട്ട് നമുക്ക് എത്രയാണ്, 100 days ആണ്, $75,143 നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര ദിവസമായി? 12 ദിവസം. 12 ദിവസമല്ല, 12 ദിവസത്തെ ടാർഗറ്റ് ഞാനിവിടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്തു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ പോവുക, ട്രാൻസാക്ഷനിൽ പോവുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഞാൻ ഇട്ടത് $600. ഓക്കെ, എന്നിട്ടു 27-ാം തീയതി ഇന്ന് ഇട്ടതാണ് 600. 27/5/2025 എത്രയാണ്, 3:25. ഓക്കെ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 3:25 ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ 6 മണിയായി, ഇപ്പോൾ 7 മണിയായി. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ 7 മണിയായി. അപ്പോൾ 3 മണിക്ക് ഇട്ടതാണ് ഞാൻ ഈ പൈസ. എത്ര? $600. വേറെ ഒന്നുമില്ല. കണ്ടോ, ഇവിടെ കാണാം. എന്തെങ്കിലും ഡെപ്പോസിറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് തന്നെ ഇപ്പോഴാണ്, ഈ ഡെപ്പോസിറ്റ് ചെയ്തതൊക്കെ ഇപ്പോൾ തന്നെയാണ്. ഓക്കെ, കണ്ടോ, ഈ ഡെപ്പോസിറ്റ് ഇട്ട് ഞാൻ ഉണ്ടാക്കിയ പൈസ എത്രയാണ്? $1,060. അപ്പോൾ ഏകദേശം $460 പ്രോഫിറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ഇത് നിങ്ങളും യൂട്ടിലൈസ് ചെയ്യുക. അതിനു മുമ്പ് ട്രേഡിങ്ങിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ട്രേഡുകൾ, ഞാൻ ട്രേഡ് ചെയ്യുന്നത് 11 o'clock, രാവിലെ 11 o'clock, പിന്നെ ഉച്ചയ്ക്ക് 2 മണി, അതുപോലെ തന്നെ രാത്രി 9 മണി. ഈ 3 സമയവും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഏതൊക്കെ കറൻസിയിലാണോ, ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് വേണം. എന്നെ ഫോളോ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്കും കൂടെ എന്ത് ചെയ്യും, ഞാൻ ഫോർവേഡ് ചെയ്ത് തരും. അതുപയോഗിച്ച് നിങ്ങൾക്കും ട്രേഡ് എടുക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇല്ല, ഡെമോ അക്കൗണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓവറോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.